ഈ രാജ്യത്തെ നിയമങ്ങൾ, ഈ രാജ്യത്തിന്റെ ഭരണഘടന അട്ടിമറിക്കുന്നവർക്കെതിരെ താക്കീത് നൽകിക്കൊണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു വരുന്നു. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം, ഇന്നും അനേകായിരം പേർ ഈ രാജ്യത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്തവരുണ്ടെങ്കിൽ, അതേപോലെ നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ 6 കോടി ജനങ്ങൾ ഇന്ത്യൻ പൗരത്വം ലഭിക്കാതെ, റേഷൻ കാർഡ് ഇല്ലാതെ, വോട്ടവകാശമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, കയറിക്കിടക്കാൻ ഭൂമിയില്ലാതെ, അന്തിയുറങ്ങാൻ കൂരയില്ലാതെ, മരിച്ചാൽ കുഴിച്ചു മൂടുവാൻ 6 അടി മണ്ണ് പോലും ഇല്ലാത്ത 6 കോടി ജനങ്ങളുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ അവരെ കാണും നമ്മുടെ തെരുവോരങ്ങളിൽ ഒട്ടരെന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കുന്ന ഇന്ത്യയിലെ 6 കോടി ജനങ്ങൾ. ഈ 6 കോടി ജനങ്ങളെ ഇന്ത്യൻ പൗരന്മാരാണ്, ഇവിടുത്തെ അടിസ്ഥാന ജനതയാണ്. ഇന്നലകളിൽ പലായനം ചെയ്ത് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് പലായനം ചെയ്ത് ഈ രാജ്യത്ത് അങ്ങനെ അലഞ്ഞു നടക്കുന്ന 6 കോടി ജനങ്ങൾ, ആ 6 കോടി ജനങ്ങളെ ഇന്ത്യൻ പൗരന്മാരാക്കുവാൻ, പൗരത്വം കൊടുക്കുവാൻ ഇക്കാലം അത്രയും 70 വർഷം ഭരിച്ചവർക്ക്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്, അതേപോലെ ഭാരതീയ ജനതാ പാർട്ടിക്ക്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവരെ പൗരന്മാരാക്കുവാൻ, അവർക്ക് ജീവിക്കുവാൻ ആവശ്യമായ ഭൂമി കൊടുക്കുവാൻ, അവർക്ക് വോട്ടവകാശം കൊടുക്കുവാൻ, അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുവാൻ, അവർക്ക് തിരിച്ചറിയൽ കാർഡ് കൊടുക്കുവാൻ, അവരെ മനുഷ്യരാക്കുവാൻ ഏതെങ്കിലും പാർട്ടി മുന്നോട്ട് വന്നോ? ഇല്ല. അവിടെയാണ് 6 കോടി ജനങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് ഒട്ടരെന്നും ഒട്ടിച്ചുകളെന്നും പറഞ്ഞുകൊണ്ട് ആട്ടിയകറ്റിയ ഇന്ത്യൻ പൗരന്മാരെ 6 കോടി ജനങ്ങൾക്ക്, ആ 6 കോടി ജനങ്ങളുടെ അതിജീവനം, ആ അതിജീവനം ഇന്ന് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ട് അവർക്ക് മതിയായ ഭൂമി കൊടുത്തുകൊണ്ട് മതിയായ പദ്ധതികൾ കേന്ദ്രത്തിൽ കൊണ്ടുവന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുവാൻ അതിനുവേണ്ടി പോരാട്ടം നടത്തിയ ഒരേ ഒരു പാർട്ടിയാണ് അംബേദ്കർ പാർട്ടി ഓഫ് ഇന്ത്യ. അതേപോലെ നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്കറിയാം, ജനാധിപത്യം പുലരണമെങ്കിൽ ജനാധിപത്യ ആശയങ്ങൾ ഗവൺമെന്റിന്റെ പദ്ധതികളിലൂടെ നടപ്പിലാക്കണം. ഇന്ത്യയിൽ എന്താ? ജനാധിപത്യത്തെ ഓരോ നിമിഷവും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നു. മാറി വരുന്ന ഗവൺമെന്റുകൾ എങ്ങനെയാണ് ജനാധിപത്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അസമത്വത്തിൽ അധിഷ്ഠിതമായ, ജാതിയിൽ അധിഷ്ഠിതമായ, ജാതി വിവേചനത്തിൽ അധിഷ്ഠിതമായ, അസഹിഷ്ണുതയിൽ അധിഷ്ഠിതമായ, അസ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ഇന്നലകളിൽ രാജ്യത്തെ ബ്രാഹ്മണിസം ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്ക് പിടിച്ച പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിൽ സംഘപരിവാർ കൂട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആ സംഘപരിവാറിനെ എല്ലാ മേഖലയിലും പ്രതിഷ്ഠിക്കുവാനുള്ള ആ പണികളാണ് ഇവിടെ ഇടത് വലത് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കൃഷിഭൂമിയിൽ നമുക്കറിയാം, അവിടെ കൃഷിഭൂമിയിൽ ചാടി വരാറുണ്ട്. ഈ ചാടി വരുന്നത് എങ്ങനെയാണെന്ന് ഒരു പക്ഷേ അത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്കറിയാം. എങ്ങനെയാണ് ചാടിയെ കൊണ്ടുവരുന്നത്? ഉറുമ്പാണ് ചാടിയെ കൊണ്ടുവരുന്നത് എന്ന് പറയും പോലെയാണ് ഇവിടെ സംഘപരിവാറിനെ കൊണ്ടുവന്നുകൊണ്ട് അസമത്വത്തിന്റെ, അശാന്തിയുടെ പ്രത്യശാസ്ത്രം കൊണ്ടുവന്ന് ഈ രാജ്യത്ത് ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, ദേശത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഈ രാജ്യത്ത് വിവേചനം അടിച്ചേൽപ്പിക്കുന്ന പ്രത്യശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന സംഘപരിവാറിനെ കൊണ്ടുവരുന്നത് മാർക്സിസ്റ്റുകാരാണ്, കോൺഗ്രസുകാരാണ്. ആ നിലയിൽ അവർക്ക് സ്വാധീനം കൊടുത്തുകൊണ്ട് ഈ രാജ്യത്ത് അശാന്തി പടർത്തുവാൻ ആ നിലയിൽ മുന്നോട്ട് വരുമ്പോൾ, ജനാധിപത്യം പുലരുവാൻ, ജനാധിപത്യം നടപ്പിലാക്കുവാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ബാധ്യതയില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. എന്താണ് കേരളത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ പാവപ്പെട്ടവന് ആരെയും ആശ്രയിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. നമ്മുടെ ഭരണസിരാ കേന്ദ്രം തിരുവനന്തപുരം, ആ ഭരണസിരാ കേന്ദ്രത്തിന്റെ തൊട്ടടുത്ത് നെടുമങ്ങാട് ഒരു കുടുംബത്തിലെ 2 പേര് ആത്മഹത്യ ചെയ്തതല്ല, പോലീസിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് മരിക്കപ്പെട്ടതാണ്. തീപ്പന്തം പോലെ കത്തിയെരിഞ്ഞതാണ് 2 കുടുംബങ്ങൾ, 2 മനുഷ്യർ. എന്താണ് അവർ ചെയ്ത തെറ്റ്? അവര് കയറിക്കിടക്കുവാൻ 3 സെന്റ് ഭൂമി അത് കയ്യേറി. ആ 3 സെന്റ് ഭൂമിയിൽ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ ജനകീയ പോലീസ് എന്ന് പറയുന്ന സാക്ഷരത കേരളത്തിലെ പോലീസ് ചെന്നിട്ട് അവരെ പിടിച്ചിറക്കുന്നു. ആ കുടുംബം ഭക്ഷണം വിളമ്പി അത് കഴിക്കുവാൻ ഒരുങ്ങുമ്പോഴാണ് കേരളത്തിന്റെ ആധുനിക പോലീസ് സംവിധാനം കടന്നു ചെന്നിട്ട് അവിടെ നിങ്ങൾ ഭക്ഷണം കഴിക്കുവാൻ നിങ്ങളെ അനുവദിക്കത്തില്ല, ഇപ്പോൾ തന്നെ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നേരെ ആക്രോശം ഉയർത്തുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? അവരുടെ ജീവൻ മുന്നിൽ നിർത്തിച്ചുകൊണ്ട്, ജീവൻ ക്ലെയിം ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്ന് ഞങ്ങൾ ഇറങ്ങുകയില്ല,
ഞങ്ങൾക്ക് ഇറങ്ങിയാൽ മറ്റൊരിടത്തും ഞങ്ങൾക്ക് കിടക്കുവാൻ ഒരു പാർപ്പിടമില്ല, തെരുവിലേക്കാണ് ഞാൻ ഈ കുട്ടികളെയും എന്റെ ഭാര്യയും കൊണ്ട് ഇറങ്ങേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾ തയ്യാറല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് പ്രതിഷേധം തീർത്തപ്പോൾ ആ പ്രതിഷേധത്തിന് വേണ്ടിയിട്ട് അവർ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് പോലീസിനെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആ നിലയിൽ പോലീസിനെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു 10 മിനിറ്റ് ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ ഈ ദുരന്തം അവിടെ ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്നില്ല. ആ ലൈറ്റർ കത്തിപ്പിടിച്ച ലൈറ്റർ പോലീസുകാരൻ തട്ടി ഈ രാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് തട്ടിയിട്ടപ്പോഴാണ് ആ 2 മനുഷ്യരും അവിടെ തീപ്പന്തം പോലെ കത്തിയമർന്നത്. അത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അത് പ്രശ്നമല്ല. അദ്ദേഹം 2021 കേരളം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിരക്കാണ്. ഓരോ ജില്ലയിലെ പ്രഭുക്കന്മാരെ കാണുന്ന തിരക്കാണ്. ആ തിരക്കിനിടയിൽ മനുഷ്യന്മാർ, കേരളത്തിലെ മനുഷ്യന്മാർ, കേറിക്കിടക്കുവാൻ ഭൂമിയില്ലാത്തവർ തീപ്പന്തമായി അതിദാരുണമായി അവർ കൊല്ലപ്പെടുന്നത്, അവരെ ആ നിലയിലേക്ക് മാറ്റുന്നത് ഒരുപക്ഷെ കേരളത്തിന്റെ പിണറായി വിജയന്, അദ്ദേഹത്തിന് അതൊരു പുത്തരിയല്ലായിരിക്കാം, കാര്യമല്ലായിരിക്കാം. പക്ഷേ മനുഷ്യനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും അത് കണ്ടു നിൽക്കുവാൻ കഴിയുകയില്ല. 2 പേർ അവർ ചെയ്ത തെറ്റെന്താണ്? 3 സെന്റ് ഭൂമി കയ്യേറി. ഞങ്ങൾ ചോദിക്കുന്നു, 3500 ഏക്കർ ഭൂമി കയ്യേറിയ ഹാരിസൺ ഉണ്ട് ഇവിടെ. ആ ഹാരിസൺ കയ്യേറിയ ഭൂമിയിൽ നിന്ന് പിടിച്ചെടുക്കണമെന്നും അവര് അനധികൃതമായിട്ടാണ് ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ഹൈക്കോടതികൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും എന്തേ ഈ ആധുനിക പോലീസ് അവിടേക്ക് ചെന്ന് ഹാരിസനെ തുരത്തുന്നില്ല, ഹാരിസന്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിക്കുന്നില്ല? അതുമല്ലെങ്കിൽ ഇപ്പോൾ പള്ളിത്തർക്കമുണ്ടല്ലോ, യാക്കോബ ഓർത്തഡോക്സ് വിഭാഗം തമ്മിലുള്ള പള്ളിത്തർക്കം. ആ പള്ളിത്തർക്കത്തിൽ സുപ്രീം കോടതി അടിവരയിട്ടുകൊണ്ട് പറയുന്നു, നിങ്ങൾ ആ പള്ളി പിടിച്ചെടുക്കണം, അനധികൃതമായി കൈവശം വെച്ചവരുടെ കയ്യിൽ നിന്ന് പള്ളി പിടിച്ചെടുക്കണമെന്ന് സുപ്രീം കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ട് എന്തേ കേരളത്തിലെ പോലീസിന്റെ മന്ത്രി എന്തുകൊണ്ടതിന് തയ്യാറാവുന്നില്ല? പാവപ്പെട്ട 3 സെന്റുകാരൻ അന്തി ഉറങ്ങുവാൻ, കയറിക്കിടക്കുവാൻ വേറെ മാർഗമില്ലാത്തതിന്റെ പേരിൽ 3 സെന്റിലേക്ക് കയറിയപ്പോൾ അത് ഒരു നിമിഷം പോലും അതിനകത്ത് താമസിപ്പിക്കുവാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ പിടിച്ചിറക്കുവാനും അദ്ദേഹത്തെ തീപ്പന്തമായി കത്തിക്കുവാനും ഈ ഒരുമ്പിട്ടിറങ്ങിയ കേരളത്തിന്റെ പോലീസ്, ആ പോലീസിനെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പോലീസിൽ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. പക്ഷേ കുറച്ചാൾക്കാർ ഇപ്പോഴും കാക്കിയിട്ടാൽ വിരളി പിടിക്കുന്നവർ, കാക്കിയിട്ടാൽ ഇപ്പോഴും ഭ്രാന്തി പിടിക്കുന്ന ഒരുപാട് പോലീസുകാർ ആ കാക്കിക്കുള്ളിലുണ്ട്. അവരുടെ വികാരം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ, അവരെ മതിക്കുന്ന വികാരം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അവര് വേറെ ഏതോ ലോകത്താണ്. മനുഷ്യരെ കാണുമ്പോൾ സഹജീവിയാണെന്നുള്ള ആ സഹജീവിയെ പരിപാലിക്കുകയും അവരെ സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് മനസ്സിലാക്കാതെ ശത്രുക്കളെ പാകിസ്ഥാൻകാരനോട് നേരിടുന്ന രീതിയിലാണ് കേരളത്തിലെ സാധാരണക്കാർ. അത്താഴ പട്ടിണിക്കാരനോട് ഉള്ള സമീപനം പോലീസിന്റെ ഇതാണെങ്കിൽ എവിടെയാണ് സാക്ഷര കേരളം? എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ദുരഭിമാനക്കൊല. എന്താണ്? ഒരു പ്രായപൂർത്തിയായ ഒരു യുവാവ് തനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതാണ് അദ്ദേഹത്തെ കൊല്ലുവാനുള്ള കാര്യം. ഇത് നമുക്കറിയാം, വടക്കേ ഇന്ത്യയിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന ദുരഭിമാനക്കൊല ഇപ്പം കേരളത്തിൽ ഇത് പതിവാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. പാലക്കാട് 6 മാസത്തിനു മുമ്പേ നിരവധി സൂചനകൾ വന്നു. അവിടെ ചക്ലി സമുദായക്കാർ, നമുക്കറിയാം പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ചക്ലി സമുദായക്കാർ, അവർക്ക് അവിടെ പ്രത്യേക ബാർബർ ഷോപ്പുകളാണ്, പ്രത്യേക ചായക്കടകളാണ്. അവരെ പൊതു ഷോപ്പുകളിൽ അവരെ പ്രവേശിപ്പിക്കില്ല. അയിത്തമാണ് അവിടെ. അയിത്തമാണെന്ന് പറഞ്ഞപ്പോൾ സഖാക്കന്മാർ അവർ ഇറങ്ങി പറഞ്ഞു, ഇവിടെ അയിത്തമില്ല, ഇത് പറഞ്ഞുണ്ടാക്കുന്നതാണ്, ആൾക്കാർ ചുമ്മാ പ്രചരിപ്പിക്കുന്നതാണ്. അതങ്ങ് നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അയിത്തം, നമ്മുടെ കേരളത്തിലില്ല. ഇത് സാക്ഷര സുന്ദര കേരളമാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഈ കേരളത്തിൽ അയിത്തമില്ലെന്ന് പറഞ്ഞവർ 6 മാസം കഴിഞ്ഞിപ്പോൾ ഇതാ അവിടെ ജാതിയുടെ പേരിൽ ഉൾക്കൊള്ളുവാൻ പറ്റാതെ അസഹിഷ്ണുത പൂണ്ട് ഒരു മനുഷ്യനെ, ഒരു യുവാവിനെ, ആ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറാൻ പോകുന്നു. അതിന്റെ സൂചനകളാണ് അവിടെയായി ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രിയമുള്ളവരെ, തീർച്ചയായും കേരളത്തിൽ മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ വന്നേ മതിയാവൂ.